നമസ്കാരം. മലയാളം ഹൊറർ സീരീസിൻ്റെ പുതിയ അനുഭവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ജർമ്മനിയിലെ ബവാരിയ എന്ന സ്ഥലത്ത് നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചുള്ള കഥയാണ്. ലോകമെമ്പാടും അറിയപ്പെട്ട അന്ന എലിസബത്ത് മൈക്കിൾ എന്ന 24-കാരിയായ പെൺകുട്ടിയുടെ കഥ. ഈ കഥ നമ്മൾ പറയുന്നത് അന്ന എലിസബത്ത് മൈക്കിളിൻ്റെ അനിയത്തി ലോകത്തോട് പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററിയുടെ അടിസ്ഥാനത്തിലാണ്. എൻ്റെ പേര് അന്ന മൈക്കിൾ. അന്ന എലിസബത്ത് മൈക്കിളിൻ്റെ സഹോദരിയായിരുന്നു. ഇന്ന് ലോകം മുഴുവൻ അവളെ പൊസസ്ഡ് ഗേൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. പക്ഷേ ഞങ്ങൾക്ക് അവൾ വളരെ പാവമായൊരു പെൺകുട്ടിയായിരുന്നു. അവളുടെ അവസാന രാത്രി വരെ ഞങ്ങൾ കണ്ടതൊന്നും ഇന്ന് ഞാൻ മറന്നിട്ടില്ല. ഇപ്പോൾ എനിക്ക് വയസ്സായി. പക്ഷേ ചില രാത്രികളിൽ ഇന്നും ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കും. കാരണം ആ ശബ്ദം. ആ രാത്രികളിൽ ഞങ്ങളുടെ വീട്ടിൽ മുഴങ്ങിയിരുന്ന ആ ശബ്ദം ഇന്നും എൻ്റെ ചെവിയിൽ ഞാൻ കേൾക്കാറുണ്ട്. ഞങ്ങൾ താമസിച്ചിരുന്നത് ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമപ്രദേശത്തിലായിരുന്നു. ദിവസവും പള്ളിമണി മുഴങ്ങുന്നത് കേൾക്കുവാൻ സാധിക്കുന്ന ശാന്തമായൊരു നഗരം. തണുപ്പ്, മഴ, മൂടൽമഞ്ഞ് ഇതെല്ലാം തങ്ങി നിൽക്കുന്ന മനോഹരമായൊരു ഗ്രാമം. ഞങ്ങളുടെ കുടുംബം ക്രിസ്തീയ രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. രാവിലെയും വൈകിട്ടും പ്രാർത്ഥനകൾ, മുടങ്ങാതെ ഞായറാഴ്ച ദിവസമുള്ള പള്ളിയിലെ പ്രാർത്ഥന, അങ്ങനെ ദൈവത്തോട് ചേർന്നു എന്നുള്ളൊരു ജീവിതമായിരുന്നു ഞങ്ങളുടേത്. അന്ന എലിസബത്ത് ചെറുപ്പം മുതൽ തന്നെ വളരെ ശാന്തിയായിരുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം. പള്ളിയിൽ പാട്ടുപാടും. അവൾ ചിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട് മുഴുവൻ സന്തോഷമായി വരുന്നു. പക്ഷേ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. 1968 സെപ്റ്റംബറിലെ ഒരു രാത്രിയിലായിരുന്നു ഈ അനുഭവങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത്. ആ രാത്രി ഞാൻ ഒരിക്കലും മറക്കില്ല. രാത്രി ഏകദേശം 11 മണി. പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ കിടന്നു. അന്ന എലിസബത്ത് മുകളിലെ മുറിയിലായിരുന്നു കിടക്കുന്നത്. ഞാനും അമ്മയും അച്ഛനും താഴെയുള്ള മുറി. പെട്ടെന്ന് മുകളിലെ മുറിയിൽ നിന്നും വലിയൊരു ശബ്ദം കേട്ടു. അമ്മയും അച്ഛനും കൂടി മുകളിലേക്ക് ഓടി. പിന്നാലെ ഞാൻ. ഡോർ തുറന്നപ്പോൾ ഞങ്ങൾ കാണുന്നത് നിലത്ത് കിടക്കുന്ന അന്ന എലിസബത്തിനെയായിരുന്നു. അവളുടെ ശരീരം വിറക്കുന്നു. കണ്ണുകൾ മുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. വായിൽ നിന്ന് നുരയും പതയും വന്നുകൊണ്ടിരിക്കുന്നു. അമ്മ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞു. അവളുടെ അവസ്ഥ കണ്ട് പരിഭ്രാന്തനായ അച്ഛൻ ഉടനെ തന്നെ അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. കൂടെ ഞങ്ങളും. ഡോക്ടേഴ്സ് പറഞ്ഞു എപ്പിലെപ്സി അറ്റാക്കായിരുന്നു. മരുന്നുകൾ കൊടുത്തു. കുറച്ച് ദിവസം അവളെ അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ നടത്തി. ആരോഗ്യം കുറച്ച് ഭേദമായപ്പോൾ അവളെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങളുടെ എലിസബത്ത് ആകെ മാറി തുടങ്ങിയിരുന്നു. അവളുടെ സ്വഭാവം, സംസാരം എല്ലാം മാറിയിരുന്നു. അധികം സംസാരിക്കാതെയായി. എപ്പോഴും അവളിലുണ്ടായിരുന്ന ആ ചിരി അവളിൽ നിന്ന് മാഞ്ഞുപോയി. ഒരു രാത്രി ഞങ്ങൾ രണ്ടുപേരും ഒരേ മുറിയിൽ ഉറങ്ങുകയായിരുന്നു. ഞാൻ പകുതി ഉറക്കത്തിലായിരുന്നു. പെട്ടെന്നാണ് അവൾ ബെഡിൽ നേരെയിരുന്നത്. ഞാൻ കണ്ണു തുറന്നു. മുറിയിൽ മുഴുവൻ ഇരുട്ട് പടർന്നിരുന്നു. പക്ഷേ ജനാലയിലൂടെ വരുന്ന ചന്ദ്രപ്രകാശത്തിൽ അവളുടെ മുഖം എനിക്ക് കാണാമായിരുന്നു. അവൾ വാതിലിലേക്ക് അനങ്ങാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവളെ വിളിച്ചു, എലിസബത്ത്. അവൾ മറുപടി പറഞ്ഞില്ല. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൾ പതുക്കെ പറഞ്ഞു, അവൻ വീണ്ടും വന്നു. അത് കേട്ടപ്പോൾ എൻ്റെ ശരീരം തണുത്തുപോയി. അല്പം പേടി കലർന്ന സ്വരത്തിൽ ഞാൻ അവളോട് ചോദിച്ചു, ആരെ? അവൾ പതുക്കെ തലതിരിച്ചു. അവളുടെ കണ്ണുകൾ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഭയം നിറഞ്ഞ അവളുടെ ആ കണ്ണുകൾ. അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, ആ കറുത്ത മനുഷ്യൻ. ഞാൻ ഉടനെ തന്നെ ലൈറ്റ്സ് ഓണാക്കി. മുറിയിൽ ആരുമില്ല. പക്ഷേ ജനാലയ്ക്ക് പുറത്ത് ഇരുട്ടിലേക്ക് എലിസബത്ത് അപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി അവൾ പിന്നീട് ഉറങ്ങിയില്ല. മാസങ്ങൾ കടന്നപ്പോൾ അവൾക്ക് ശബ്ദങ്ങൾ കേൾക്കുവാൻ തുടങ്ങി. ആദ്യം പതുക്കി, പിന്നീട് വ്യക്തമായി. ആ ശബ്ദങ്ങൾ അവളെ അധിക്ഷേപിക്കുന്നു എന്നവൾ പറയാറുണ്ടായിരുന്നു. നീ നരകത്തിലേക്ക് പോകുന്നു, ദൈവം നിന്നെ ഉപേക്ഷിച്ചു. അവൾ ഭക്ഷണം കഴിക്കുന്നത് കുറച്ചു. കണ്ണുകൾ കുഴിഞ്ഞു. മുൻപ് സന്തോഷവതിയായിരുന്നവൾ ഇപ്പോൾ കണ്ണാടിക്ക് മുന്നിൽ മണിക്കൂറുകളോളം നിൽക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അമ്മ എലിസബത്തിൻ്റെ ബെഡ്റൂമിൻ്റെ ഡോർ തുറന്നപ്പോൾ കാണുന്നത് എലിസബത്ത് ഇരുട്ടിൽ നിലത്ത് മുട്ടുകുത്തിയിരിക്കുന്നതായിരുന്നു. അവളുടെ മുന്നിൽ ഒരു കുരിശ് ഇരിപ്പുണ്ട്. പക്ഷേ അവൾ പ്രാർത്ഥിക്കുകയായിരുന്നില്ല. അവൾ കുരിശിനെ നോക്കി പല്ല് കടിക്കുകയായിരുന്നു. അമ്മ ഭയന്നുകൊണ്ട് വിളിച്ചു, എലിസബത്ത്.
അവൾ പതുക്കെ അമ്മയെ തിരിഞ്ഞു നോക്കി. ആ കണ്ണുകൾ അമ്മ ജീവിതത്തിലും ഒരിക്കലും കണ്ടിട്ടില്ലാത്തതായിരുന്നു. അതിനുശേഷം സംഭവങ്ങൾ ഭയാനകമായി തുടങ്ങി. പള്ളിയിലേക്ക് പോകുമ്പോൾ അവൾ അലറി വിളിക്കുവാൻ തുടങ്ങി. ഹോളി വാട്ടർ അവളുടെ ദേഹത്ത് വീഴുമ്പോൾ അവൾ അലറി വിളിക്കുവാൻ തുടങ്ങി. കുരിശ് കാണുമ്പോൾ കണ്ണുകൾ തിരിക്കുക. അവൾ പറഞ്ഞിരുന്നു അവളെ കത്തിക്കുന്നത് പോലെയാണെന്ന്. ഡോക്ടർമാർ അതിന് സൈക്കാട്രിക് കണ്ടീഷനാണെന്ന് പറഞ്ഞു. പക്ഷേ മരുന്നുകൾ ഫലിച്ചില്ല. അവൾ രാത്രികളിൽ അസാധാരണമായ ശക്തി കാണിക്കുവാൻ തുടങ്ങി. ചിലപ്പോൾ കുടുംബാംഗങ്ങളെ വരെ തള്ളി വീഴ്ത്തും. ചിലപ്പോൾ മനുഷ്യർക്ക് സാധിക്കാത്ത ശബ്ദത്തിൽ അലറുകയും മുരളുകയും ചെയ്യും. പക്ഷേ അത് അനാബലിസിൻ്റെ ശബ്ദമല്ലായിരുന്നു. ഒരു ദിവസം റൂമിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന എലിസബത്ത് പേടിച്ചു വിറച്ചുകൊണ്ട് അമ്മയുടെ റൂമിലേക്ക് ഓടി വന്നു. അവൾ വല്ലാതെ വിയർത്തിരുന്നു. അവൾ അമ്മയോട് പറഞ്ഞു, അവൻ എന്നെ തൊട്ടു. അമ്മ പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓണാക്കി. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവളുടെ കഴുത്തിൽ ചുവന്ന പാട് വന്നിരിക്കുന്നത് അമ്മ കണ്ടു. ആരോ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചതുപോലെ. കുടുംബം പല പള്ളിയിലച്ഛന്മാരെയും അവളെ കാണിക്കുവാൻ തുടങ്ങി. പക്ഷേ പള്ളിയിൽ നിന്നും എക്സോർസിസം ചെയ്യുവാനുള്ള അനുവാദം കിട്ടിയില്ല. കാരണം അന്ന് കാലത്ത് ഇതുപോലെ വരുന്ന പല കേസുകളും മാനസിക അസുഖങ്ങൾ ആയിരുന്നു. അതിനാൽ ചികിത്സ തുടരുവാൻ വേണ്ടി പള്ളിയിൽ നിന്നും പറഞ്ഞു. പക്ഷേ അവളുടെ കാര്യത്തിൽ ചികിത്സയിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടായില്ല. അവളുടെ അവസ്ഥ ഓരോ ദിവസവും മോശമാവുകയായിരുന്നു. ദിവസങ്ങൾ കഴിയുമ്പോൾ അവളുടെ ശരീരത്തിനും സ്വഭാവത്തിനും ഒരുപാട് മാറ്റങ്ങൾ വന്നു. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. ചിലപ്പോഴെല്ലാം മൃഗങ്ങളെപ്പോലെ നിലത്തുകൂടി ഇഴയുന്നു. ഈച്ചകളെ പിടിച്ച് തിന്നുന്നു. കൽക്കരി കടിക്കുന്നു. സ്വന്തം മൂത്രം വരെയും കുടിക്കുന്ന അവസ്ഥയിലേക്ക് എലിസബത്ത് മാറിയിരുന്നു. ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു ഇതൊരു രോഗമല്ല, അവളിൽ മറ്റെന്തോ ഉണ്ടെന്ന്. ഇതെല്ലാം കണ്ട് ഭയന്ന് വീർപ്പൂട്ടിയ ഞങ്ങൾ ദിവസവും പള്ളിയിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. അവസാനം 1975 പള്ളിയിൽ നിന്നും എക്സോർസിസം നടത്തുവാനായിട്ട് അനുമതി ലഭിച്ചു. എക്സോർസിസം നടത്തുവാനായി പള്ളിയിൽ നിന്ന് 2 അച്ഛന്മാർ വന്നു. ഫാദർ അർണോൾഡ് റെൻസ്, അതുപോലെ തന്നെ ഫാദർ ഏർണസ്റ്റ് ആൾട്ട്. രഹസ്യമായി ഞങ്ങൾ എക്സോർസിസം ആരംഭിച്ചു. എക്സോർസിൻ്റെ തുടക്കത്തിൽ തന്നെ അച്ഛന്മാർ ഭയന്നു. പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ തന്നെ എലിസബത്തിൻ്റെ മുഖം മാറി. അവൾ താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കുവാൻ തുടങ്ങി. ആദ്യം ഒരു പുരുഷൻ്റെ ശബ്ദം, പിന്നീട് മറ്റൊരു ശബ്ദം, പിന്നെ പല പല ശബ്ദങ്ങൾ. അവൾ വളരെ ക്രൂരമുഖത്തോടു കൂടി ഭയാനകമായ ശബ്ദത്തിൽ അലറിപ്പറഞ്ഞു, ഞങ്ങൾ ഇവളെ വിട്ടുതരില്ല. എക്സോർസിസത്തിൻ്റെ സെഷൻസ് മാസങ്ങളോളം നടന്നു. 1 അല്ല 2 അല്ല 67 സെഷൻസ്. പക്ഷേ അവളിൽ നിന്ന് കൂടുതലായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ദിവസങ്ങൾ കഴിയുന്തോറും അവൾ കൂടുതൽ അവശയായി വന്നു. ഓരോ സെഷൻസ് മണിക്കൂറുകളോളം നീണ്ടു. എലിസബത്ത് അലറി വിളിച്ചു, തല തറയിലടിച്ചു, സ്വന്തം ശരീരം പരിക്കേൽപ്പിച്ചു. ഇങ്ങനെ ആവർത്തിച്ച് വന്നപ്പോൾ അവളുടെ മുട്ടുകൾ പരിക്കേറ്റു. ശരീരം ക്ഷീണിച്ചു, ഭാരം കുറഞ്ഞു. അവൾ ഭക്ഷണം നിർത്തി. പക്ഷേ എക്സോർസിസം മാത്രം നിർത്തിയില്ല. കാരണം അവൾ തന്നെ ആ അച്ഛന്മാരോട് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു അവളെ രക്ഷിക്കണമെന്ന്. 1976 ജൂലൈ മാസം എലിസബത്തിൻ്റെ ശരീരം വളരെയധികം തകർന്നിരുന്നു. അവൾക്ക് നടക്കുവാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷേ സെഷൻസ് തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അവൾ അമ്മയോട് പറഞ്ഞു, ഞാൻ മോചിതയാകും. അമ്മ അത് കേട്ട് പൊട്ടിക്കരഞ്ഞു. ആ രാത്രി അവൾ വളരെ ശാന്തമായിരുന്നു. മാസങ്ങൾക്ക് ശേഷം അവൾ പ്രാർത്ഥിച്ചു. ശേഷം കിടന്നു. അന്ന് അവൾ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ഉറങ്ങി. രാവിലെ അവളെ വിളിക്കാൻ ചെല്ലുമ്പോൾ അമ്മ കാണുന്നത് മരണത്തിലേക്ക് പോയ എലിസബത്തിനെയായിരുന്നു. അങ്ങനെ 24-ാമത്തെ വയസ്സിൽ അന്ന എലിസബത്ത് ഞങ്ങളെ വിട്ടുപോയി. അവളുടെ ജീവിതം ഒട്ടും സമാധാനം നിറഞ്ഞതായിരുന്നില്ല. അവളുടെ ഡെത്ത് റിപ്പോർട്ട് വന്നു. അതിൽ പറയുന്നത് മാൽന്യൂട്രീഷൻ, ഡീഹൈഡ്രേഷൻ. അവൾ ഭക്ഷണം കഴിക്കാതെ ശരീരം മുഴുവൻ തകർന്നു പോയിരുന്നു. അതിനുശേഷം ജർമ്മനി മുഴുവൻ ഞെട്ടി. പേരൻസിനും പ്രീസ്റ്റിനുമെതിരെ നെഗ്ലിജൻറ്റ് ഹോമിസൈഡ് കേസ് വന്നു. എന്നാൽ അന്ന എലിസബത്തിൻ്റെ എക്സോർസിസം നടത്തിയ അച്ഛന്മാർ കോടതിയിൽ അവർ റെക്കോർഡ് ചെയ്ത അന്ന എലിസബത്തിൻ്റെ എക്സോർസിസത്തിൻ്റെ റെക്കോർഡിങ്സ് പ്ലേ ചെയ്തു. പ്രീസ്റ്റുകൾ അവകാശപ്പെടുന്നതനുസരിച്ച് അവളിൽ പലതരത്തിലുള്ള ഡിമൻസ് ഉണ്ടായിരുന്നു എന്നവർ പറഞ്ഞു. ലൂസിഫർ, ജൂദാസ്, നീറോ, ഹിറ്റ്ലർ വരെ പേരുകൾ എക്സോർസിസം ടേപ്പിൽ പറഞ്ഞിരുന്നു. ആ റെക്കോർഡിങ്സ് പിന്നീട് ലോകമെമ്പാടും പരന്നു.
ആ ടേപ്പുകൾ കേട്ട ആളുകൾ ഇന്നും പറയുന്നു ആ ശബ്ദം മനുഷ്യൻ്റേതല്ലായിരുന്നു. ചില റെക്കോർഡിങ്സിൽ എലിസബത്ത് ഗുരുതരമായ മുരൾച്ചകൾ ഉണ്ടാക്കുന്നത് കേൾക്കാൻ പറ്റുമായിരുന്നു. ചിലപ്പോൾ അവൾ ജർമ്മൻ അല്ലാതെ ഭാഷകളിൽ സംസാരിക്കുന്നതും കേൾക്കുവാൻ സാധിച്ചു. പ്രീസ്റ്റ് പറഞ്ഞു അവർ പ്രൊസസ്ഡ് ആയിരുന്നു. ഇന്നും ചിലർ വിശ്വസിക്കുന്നു അന്ന എലിസബത്ത് മൈക്കിളിൻ്റെ ആത്മാവിന് സമാധാനം കിട്ടിയിട്ടില്ലെന്ന്. കാരണം അവൾ മരണത്തിന് മുമ്പ് പറഞ്ഞ അവസാന വാക്കുകളിലൊന്നും ഞാൻ ഭയപ്പെടുന്നു എന്നായിരുന്നു. ഈ കഥ കേട്ടതിന് ശേഷം നിങ്ങൾ വിശ്വസിച്ചാലുമില്ലെങ്കിലും ഒരു കാര്യം പറയാം. നമുക്ക് ചുറ്റും നമ്മൾ പോലും അറിയാതെ പലതരം ശക്തികളുണ്ട്. അതിൽ ചിലത് നമ്മെ വേട്ടയാടും മരണത്തിൻ്റെ വക്കിലെത്തി. ചില രാത്രികളിൽ ഉറക്കത്തിൽ നമ്മളുടെ സൈഡിൽ ആരെങ്കിലും കിടക്കുന്നത് പോലെ നമുക്ക് തോന്നിയാൽ അത് ചിലപ്പോൾ വെറുമൊരു തോന്നൽ മാത്രമാവണമെന്നില്ല. ചിലപ്പോൾ അത് നമ്മൾ കാണാത്ത ഒരു ഇരുണ്ട ശക്തിയാവാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ഹൊറർ സീരീസ്. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.